ഹലോ അസ്സലാമലൈക്കും. നല്ല പാർട്സ് കിട്ടി കേട്ടോ. പിന്നെന്താ ഇതിൽ ഈ കാണുന്ന എന്താ പറയുക, ലിവറല്ലാത്ത സാധനത്തിന് ഞാൻ ഇവിടെ പറയൽ കക്ക് എന്നാണ് കേട്ടോ. ഈ കക്കിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കുറച്ച് 2-3-4 എടുക്കുള്ളൂ കേട്ടോ, ബാക്കി എങ്ങനെയും കളയൂ. പിന്നെ അതാ പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, തൈര്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച്, പിന്നെ അതാ ഇത്രയും ഉള്ളിയും തക്കാളിയും ഇലകളും പച്ചമുളകും ഒരു ചെറിയ നാരങ്ങൻ്റെ പകുതി അതും ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടുണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടോ. പിന്നെ ഈ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ചിന്നമുട്ട ആ കോഴിമുട്ട കോഴിമുട്ടല്ലോ ചിന്നമുട്ട അതിട്ടില്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഇട്ടത്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നേരെ കുറച്ച് വെള്ളവും വെളിച്ചെണ്ണ ഒഴിച്ച് നേരെ അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വിസിൽ വേണമല്ലോ ഇതൊന്ന് വെന്ത് കിട്ടാൻ. അതിൻ്റെ ആ ഒരു കുടലൊക്കെ ഒന്ന് വേവാൻ കുറച്ച് വിസിൽ കൂടുതൽ വേണമല്ലോ. അപ്പോഴാണ് ഒരു അബദ്ധം പറ്റിയത്, കുക്കർ ചെറുതായിപ്പോയി. അപ്പം മെല്ലെ അടി പിടിക്കുന്നു എന്ന് മനസ്സിലായി, വേഗം വലിയ കുക്കറിലേക്ക് മാറ്റി. അപ്പോഴേക്കും വേഗം ഒരു പാൻ വെച്ചിട്ട് ഉലുവയും പെരുംജീരകവും ഒക്കെ ഒന്ന് പൊട്ടിച്ച് എന്ന് വെച്ചാൽ ഒന്ന് തോമിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞതിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കരിവേപ്പിലയിട്ട് നേരെ ഈ വെന്ത പാർട്സ് നേരെ ഒഴിച്ചെടുത്തു. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് കുറുക്കിയിട്ട് കേട്ടോ. ഒരു മസാലേൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് കുരുമുളക് പൊടി മാത്രമാണ് ഇട്ടെടുത്തത്, വേറെ ഒന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. നന്നായിട്ട് കുറുക്കിയെടുത്തപ്പോൾ പാർട്സ് കറി റെഡി. അങ്ങനെ നല്ല ചോറും പാർട്സ് കറിയും നമ്മുടെ ചിന്നമുട്ടയും പിന്നെ ഒരു പപ്പടമൊക്കെ വെച്ചിട്ട് ഇന്നത്തെ ചോറ് അങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പറയാൻ മറന്നു, ആ തിള അങ്ങോട്ട് ഓഫാക്കുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി വിടണേ. കുറച്ച് കൂടുതലിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്കിത് കൂടുതലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കരിവേപ്പിലിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം മല്ലിയില ഇടുന്നതാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ കറി അടിപൊളിയാണ് കേട്ടോ. ഇതെനിക്ക് തോന്നി ചോറിനതിനെക്കൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് ഗ്രേവി പറ്റിക്കാനൊന്നുമില്ല, കുറച്ച് ചാറോട് കൂടിയാണ് എടുത്തത്. പക്ഷേ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കാണെങ്കിൽ ഒന്നും കൂടി പറ്റിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം, വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.